ഇപ്പോൾ ഈ സമൂഹം അതുപോലെ തന്നെ ഇപ്പോൾ ഇതൊക്കെ മാറി. ഇപ്പോൾ ഈ കുട്ടികൾ ഇപ്പം ഒരു പഠനമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരൊരു സ്റ്റേജ് ഉണ്ടല്ലോ, അതായത് ഇവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ഒരുപാട് ചെയ്യാണ്ട്. CDMRP യൂണിവേഴ്സിറ്റി CDMRP ഷാനി മാം ട്രെയിൻ ചെയ്ത കുട്ടികൾ ഇന്ന് സ്വന്തം കഫ്റ്റീരിയ നടത്തുന്നുണ്ട്. അവിടെ മനോജ് ക്ലിനിക്കിൽ ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ട് ആ പയ്യനുണ്ട്. പിന്നെ ഒരുപാട് പേര് പ്രൊഫഷണലായിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ കുടുംബം നോക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ CDMRPയിലൊക്കെ പ്രവർത്തനങ്ങൾ ഒരുപാട് ശ്ലാഘനീയാണ്. പക്ഷെ അവരൊന്നും കൂടി ഇവര് സപ്പോർട്ട് ചെയ്തിട്ട് അവരൊന്നും കൂടി അവർ പുതിയ പ്രൊജക്ടുകൾ നന്നായി അഡ്വാൻസ് ആയിട്ട് അവർ ചെയ്യുന്നുണ്ട്, അവർ എഫേർട്ട് എടുക്കുന്നുണ്ട്. സിസ്റ്റത്തിന്റെ സഹായം ഒന്നും കൂടി വേണമെന്ന്. കാരണം വെച്ചാൽ ഇതിൽ ഒരുപാട് അഡ്വാൻസ്ഡ് ടെക്നോളജി വന്നു പുറത്ത് രാജ്യങ്ങളിലൊക്കെ. നമ്മളെ നാട്ടിൽ അത് വരാനോ വരുത്താനോ ഇവർക്കൊന്നും താല്പര്യമില്ല എന്നുള്ളതാണ്. ഇപ്പൊ CDMRPക്ക് ആ ലെവലിലേക്ക് സപ്പോർട്ടാണ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും ചെറിയ ഉദാഹരണം ഞാൻ എന്നാലും ചോദിച്ചു, ഇവനെ എഴുതൂലായിരുന്നല്ലോ. ഇവൻ സ്റ്റേജ് എന്താ അറിയോ, ഇവരെ ഒരു സാധനം ട്രെയിൻ ചെയ്യായിരിച്ചോളെ ഏറ്റവും എക്സാക്ട് ആയിട്ട് നിങ്ങൾ ഹോട്ടലിൽ ഈ ഡോർ ഓപ്പൺ ചെയ്തിട്ട് അവിടെ വരുന്ന ആളുകളെ മറ്റേ റെസിപ്റ്റ് വാങ്ങിയിട്ട് അവിടെ എഴുതി വെക്കണം എന്നുള്ളോ, അല്ലെങ്കിൽ സാധനം തർത്തീബ് ചെയ്യണം എഴുതാൻ അറിയാത്തവനാണെങ്കിൽ പിന്നെ ഒരു സിമ്പിൾ സൈന് മതി, ഒരു നിർദ്ദേശം കൊടുത്താൽ ട്രെയിൻ ചെയ്യിച്ചാൽ മതി. കൃത്യമായി നമ്മൾ ചെയ്യുന്ന ആത്മാർത്ഥത്തോടുകൂടി ഏറ്റവും ആത്മാർത്ഥ ഒരു ഏറ്റവും ഉദാഹരണം ഞാൻ നാളിപ്പോ എന്റെ എക്സാമിന് കുറെ കാലത്തിന് ശേഷം JDT ചെന്നപ്പോ എന്നെ അത്ഭുതപ്പെടുത്തി. JDT ഇസ്ലാമില് അവിടെ സെക്യൂരിറ്റീസ് അവിടുത്തെ സ്പെഷ്യൽ സ്കൂളിൽ പഠിച്ച് ഇതേപോലെ ഷർമില ടീച്ചറും സാബിറ ടീച്ചറും സബീറ ടീച്ചറാണ് അവിടുത്തെ 2 പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും. അവർ ട്രെയിൻ ചെയ്തിട്ട് സെറ്റാക്കിയ വലിയ മനുഷ്യന്മാരായിട്ട്. ഇപ്പോൾ ആ കുട്ടികളിൽ നിന്ന് വിട്ട് വലിയ ആൾക്കാരായിട്ട്. അപ്പോൾ JDT നന്നായി സപ്പോർട്ടും ചെയ്യും. അവർ സെക്യൂരിറ്റിക്കാരാണ് അവിടുത്തെ. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് നിൽക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ ഒരു കോമഡി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ കുറെ കാലം ഇവരെ കണ്ടു. ഒരു മാനസിക അസ്വസ്ഥതയുള്ളവനെ അല്ലെങ്കിൽ ഒരു MR ആളെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ കോമിക്കാണ്, ഹാസ്യ കഥാപാത്രത്തിന് പകരം. ഇപ്പോൾ ജോബ് കൊടുത്താൽ നമ്മള് അല്ല നമ്മൾ ആദ്യം ഇങ്ങനെ വിചാരിക്കുക ഒരു ജോബ് കൊടുത്താലും നമ്മൾ സഹായിച്ചു എന്നുള്ള ടീച്ചറില്. അതല്ല, അയാൾക്ക് ശമ്പളത്തിനുള്ള അയാൾ ജോലി ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫാക്ഷൻ, ആ സംതൃപ്തിയോട് കൂടിയിട്ട് അയാൾ ജോലി ചെയ്യുന്നുണ്ട്. അത് ബാക്കി സെക്യൂരിറ്റിക്കാരുടെ ഇടയിൽ അവർ അതേപോലെ ഇപ്പം എക്സ് മിലിറ്ററി ടീമാണ്, പട്ടാളക്കാർക്ക് അങ്ങനെ വെച്ചിട്ടുണ്ട്. അവർ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ അവർ കൂടുതലുള്ള ആൾക്കാർ വളരെ സീരിയസ് ആയിട്ടാണ് നടക്കുക. അവിടെ വേറെ പരിപാടി നടക്കൂല അവരുടെ അടുത്ത്. അതുകൊണ്ട് തന്നെ ഇവര് സീരിയസ് ആണ്. ഇങ്ങനെ JDT പോയി നോക്കി, JDT എന്ത് മനോഹരമായിട്ട് അവസരം അവർക്ക് കൊടുക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്.